ജീവിതത്തിൽ ഒരു കല്യാണം കഴിച്ചിട്ട് അത് താളം തെറ്റി പോവുക അല്ലെങ്കിൽ നേരെ ചൊവ്വേ സ്വസ്ഥത കിട്ടാതെ പോവുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം മറ്റൊരു ജീവിതം തേടി പോകുന്നത് അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നതൊക്കെ തെറ്റ് പറയാൻ പറ്റില്ല. അത് ആണായാലും പെണ്ണായാലും. പക്ഷെ തേടി പോകുന്ന സമയത്ത് നമ്മൾ തേടി അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന വ്യക്തിക്ക് മറ്റൊരു ഭാര്യയും കുഞ്ഞും ഉള്ളതാണെന്നുണ്ടെങ്കിൽ, നേരെ തിരിച്ച് ഭർത്താവും കുഞ്ഞും ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്ന ആണും പെണ്ണും ആയാലും ഈ ഗതി തന്നെയാണ് വരേണ്ടത്. കാരണം അവൻ്റെയോ അല്ലെങ്കിൽ അവളുടെയോ കൈകൊണ്ട് തന്നെ മരണപ്പെടും സ്വാഭാവികമായിട്ടും. കാരണം അവിഹിതങ്ങൾ മൊത്തം ഇപ്പം പോകുന്നതെന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങളിലേക്ക് തന്നെയാണ്. ഈ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് ആ രക്തത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയെ നോക്കാത്തവന്മാരൊക്കെ ചുമ്മാതെ ഇടയ്ക്ക് വന്നു കയറുന്നവന്മാരൊക്കെ എത്ര കാലം നോക്കും എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവത്തില്ലേ? ഈ പറഞ്ഞ ആലപ്പുഴ കരൂരിൽ നടന്ന സംഭവം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഭാര്യ വന്ന് പറഞ്ഞിട്ട് പോലും ആ ബന്ധം തുടങ്ങിയാണ്. അപ്പം പിന്നെ ഇവർക്കൊക്കെ ഇതേ കിട്ടത്തുള്ളൂ. ഈ ദൃശ്യ മോഡൽ എന്നൊക്കെ പറയുന്നുണ്ട്, സിനിമ ഫോളോ ചെയ്തെന്ന്. ഇതൊക്കെ ക്രിമിനൽ മൈൻഡുള്ള ഏതൊരുത്തനും സിനിമ കണ്ടാലും കണ്ടില്ലേലും